കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് മികച്ച PR സ്റ്റണ്ടുകളുടെയും അതിലുപരിയായി കിറ്റ് വിതരണത്തിന്റെയും ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെയും ആനുകൂല്യത്തിലാണ് 2016 ആദ്യമായി അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ 2021 പൊതു തെരഞ്ഞെടുപ്പ് വിജയിച്ച് കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം നേടിയെടുത്തു. എന്നാൽ 2021 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിലും മന്ത്രിസഭയിലും തന്റെ മരുമകനായ മകളുടെ രണ്ടാം ഭർത്താവായ മുഹമ്മദ് റിയാസിനെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിനായി ഒരുപറ്റം ജനകീയ നേതാക്കളെ CPM-ൽ നിന്ന് പിണറായി വെട്ടിനിരത്തിയിരുന്നു. പലപ്പോഴും 2 ടേം മാനദണ്ഡം എന്നുള്ള മുട്ടാപ്പോക്കുകൾ പറഞ്ഞായിരുന്നു ഈ വെട്ടിനിരത്തൽ. എന്നാൽ പൊതുവിൽ കേരളത്തിൽ സർക്കാരിന് അനുകൂലമായിരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നതുകൊണ്ടും പ്രതിപക്ഷം കോവിഡ് പോലുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിഷ്ക്രിയമായി പോയതുകൊണ്ടും ഇതൊന്നും ജനവിധിയെ ബാധിച്ചില്ല എന്ന് മാത്രമല്ല, 2016 മികച്ച ഭൂരിപക്ഷത്തിലാണ് 2021 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM വിജയം നേടിയതും തുടർ ഭരണം നേടിയെടുത്തതും. എന്നാൽ ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും 4 വർഷത്തെ ദുർഭരണത്തിൽ മനമെടുത്ത ജനങ്ങൾ മാത്രമല്ല, CPM-ന്റെ അണികൾ പോലും പിണറായിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എത്രയും പെട്ടെന്ന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹത്തിനുപരിയായി പാർട്ടിക്കുള്ളിലും ഈ പ്രതിസന്ധികൾ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. CPM പിണറായിക്ക് വേണ്ടി, പിണറായി ഭക്തർക്ക് വേണ്ടി CPM വെട്ടിനിരത്തിയ പല നേതാക്കളും പാർട്ടിക്കെതിരെ തുറന്നു പറച്ചിലുകളുമായും പരസ്യ പ്രതികരണങ്ങളുമായും രംഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നേതാക്കൾ കൂട്ടത്തോടെ UDF-ലേക്ക് ചുവടുമാറുന്ന ഒരു കാഴ്ചയാണ് CPM-നെ അന്ധാളിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഈ നേതാക്കളുടെ ചുവടുമാറ്റം യാഥാർത്ഥ്യമായി അവർ UDF-ന് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയാൽ പല കുത്തക മണ്ഡലങ്ങളും CPM-ന് കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ്. ഏറ്റവും ഒടുവിലായി പാർട്ടിക്കെതിരെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് കൊട്ടാരക്കരയുടെ ജനകീയ MLA ആയിരുന്ന P. ഐഷ പോറ്റിയാണ്. നമുക്കറിയാം, 1977 മുതൽ തുടർച്ചയായ 3 പതിറ്റാണ്ട് കാലം 2006 വരെ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിരുന്ന ബാലകൃഷ്ണപിള്ള പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് കൊട്ടാരക്കര. എന്നാൽ 2006 പൊതു തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷയും ആ സമയത്ത് ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന ഐഷ പോറ്റിയെയാണ് CPM മത്സരത്തിനിറക്കിയത്. കന്നി തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ള എന്ന അതികായനെ 12,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ ഐഷ പോറ്റി പിന്നീട് 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ തന്റെ ഭൂരിപക്ഷം 20,000-ലധികമായി ഉയർത്തുകയും ചെയ്തു. തുടർച്ചയായ 3-ാം മത്സരത്തിന് 2016 കളത്തിലിറങ്ങിയപ്പോൾ സംസ്ഥാനത്ത് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷങ്ങളിലൊന്നായ 42,000-ന്റെ ഭൂരിപക്ഷം നേടിയാണ് ഐഷ പോറ്റി എന്ന വനിതാ MLA CPM-ന് വേണ്ടി കൊട്ടാരക്കര മണ്ഡലം നിലനിർത്തിയത്. എന്നാൽ 2021 എല്ലാ മണ്ഡലങ്ങളിലും തോറ്റ് നാണം കെട്ട പിണറായി വിജയന്റെ വിശ്വസ്തനായ CPM-ന്റെ അന്നത്തെ കൊല്ലം ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ ധനകാര്യമന്ത്രിയുമായ KN ബാലഗോപാലിന് വേണ്ടി ഐഷ പോറ്റിയെ 2 ടേം മാനദണ്ഡത്തിൽ കുടുക്കി CPM മാറ്റി നിർത്തുകയായിരുന്നു. 42,000 എന്ന ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷത്തിന്റെ സ്ഥാനത്ത് ശക്തമായ ഇടതു തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ പോലും കോൺഗ്രസിന്റെ വനിതാ സ്ഥാനാർത്ഥിയോട് കേവലം 10,000 വോട്ടുകൾക്കാണ് കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ വിജയിച്ചതും പിന്നീട് മന്ത്രിയായത്. എന്നാൽ ബാലഗോപാലിന്റെ നയവൈകല്യങ്ങൾ മൂലമാണ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടപ്പെട്ടതെന്ന് കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന സാഹചര്യത്തിൽ 2026 നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ഐഷ പോറ്റി കളത്തിലിറങ്ങിയാൽ KN ബാലഗോപാൽ പരാജയപ്പെടുമെന്നും CPM-ന് 2006 മുതൽ തങ്ങളുടെ കുത്തകയായ മണ്ഡലം നഷ്ടപ്പെടുമെന്നും ഏറെക്കുറെ ഉറപ്പാണ്. CPM കേന്ദ്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയോട് ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഐഷ പോറ്റി ഇന്നലെ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ മുഖ്യ പ്രഭാഷകയായി എത്തിയത്. അതിനു മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഇവർ പറഞ്ഞത് തന്നെ പാർട്ടി ബോധപൂർവം മാറ്റി നിർത്തുന്നുവെന്നും താൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന വേദിയിലേക്ക് പോലും പാർട്ടി തന്നെ ക്ഷണിക്കുന്നില്ല എന്നുമാണ്. ഇക്കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പാർട്ടിയോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് എല്ലാ ഘടകങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഐഷ പോറ്റി 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാതെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇതുപോലെ തന്നെ CPM-നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഷൊർണൂരിന്റെ മുൻ MLA ആയ PK ശശി മണ്ണാർക്കാട് നടന്ന UDF വേദിയിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ PK ശശി CPM പ്രാദേശിക നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനമാണ് പൊതുവേദിയിൽ ഉന്നയിച്ചതെന്നും ഏറെ ശ്രദ്ധേയമാണ്. VK ശ്രീകണ്ഠനും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ശശിയെ ആ വേദിയിൽ വെച്ച് തന്നെ UDF-ലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ SFIയുടെ കുട്ടിഗുണ്ട
PM മാർഷോ എന്ന SFI മുൻ സംസ്ഥാന സെക്രട്ടറി ശശിയുടെ കൈയും കാലും വെട്ടിയെടുക്കുമെന്ന നിലയിലുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തിയതും PK ശശിക്ക് ഒരു അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഷൊർണൂർ പോലെ CPM-ന്റെ കുത്തകയായ ഒരു മണ്ഡലത്തിൽ PK ശശി UDF പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയാൽ ആ മണ്ഡലവും CPM-നെ കൈവിടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ ഐഷ പോറ്റിയും PK ശശിയും മാത്രമല്ല ഇത്തരത്തിൽ CPM-നോട് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വരാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഇത്തരം ജനകീയരായ നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ CPM-നെ വലിയ പ്രതിരോധത്തിലേക്കാണ് തള്ളിവിടുന്നത്. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയും നയവൈകല്യങ്ങളും ജനങ്ങൾ ഇവരുടെ പ്രസ്താവനകളിലൂടെ തിരിച്ചറിയുന്നുണ്ട്. ഇത്തരത്തിൽ CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന CPM നേതാവായ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പൊതുമരാമത്ത് മന്ത്രിയായി അറിയപ്പെടുന്ന അഴിമതിരഹിത പ്രതിച്ഛായയുള്ള G സുധാകരനാണ്. സുധാകരനെ ആലപ്പുഴയിലെ പാർട്ടിയിൽ നിന്ന് വെട്ടിനിരത്തിയത് യഥാർത്ഥത്തിൽ മന്ത്രി സജി ചെറിയാനും ഇപ്പോൾ അമ്പലപ്പുഴ MLA ആയ H സലാമും ചേർന്നാണ്. ഇവർക്കെതിരെ, ഇവരുടെ നയവൈകല്യങ്ങൾക്കെതിരെ, പ്രത്യയശാസ്ത്ര വ്യതിചലനങ്ങൾക്കെതിരെ പലപ്പോഴും മാധ്യമങ്ങളോട് ഒരു മറയുമില്ലാതെയാണ് G സുധാകരൻ പ്രതികരിച്ചിട്ടുള്ളത്. ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം വരെ G സുധാകരൻ തുറന്നു പറഞ്ഞിട്ടും പാർട്ടി സുധാകരന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തിട്ടില്ല എന്നത് ഏറെ പ്രസക്തമാണ്. G സുധാകരൻ സാധാരണക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവല്ല, ഒരു മുൻ മന്ത്രിയല്ല, ദീർഘകാലം MLA ആയിരുന്ന നേതാവല്ല. ഇതിനെല്ലാം അപ്പുറം അദ്ദേഹം ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്നയാളാണ്. അത്തരം ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന തീർത്തും മതേതര പ്രതിച്ഛായയുള്ള അഴിമതിരഹിത മുഖമായ CPM നേതാവിനോട് പാർട്ടി നേതൃത്വം പുലർത്തുന്ന ഈ അവഗണന ആലപ്പുഴയിലെ CPM വോട്ടുകൾ UDF-ന് അനുകൂലമായി പോൾ ചെയ്യിക്കും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. സമാനമായി കോട്ടയത്ത് ഒതുക്കപ്പെട്ട മറ്റൊരു നേതാവാണ് CPM-ന്റെ ആദർശ മുഖമായിരുന്ന K സുരേഷ് കുറുപ്പ്. നിരവധി തവണ കോട്ടയം MP-യും പിന്നീട് 2 വട്ടം ഏറ്റുമാനൂർ MLA-യുമായിരുന്ന സുരേഷ് കുറുപ്പിനെയും പിണറായി വിജയൻ തന്റെ ഇഷ്ടക്കാരനായ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇന്നും മന്ത്രിയുമായ വാസവന് വേണ്ടിയാണ് മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്തിയത്. 2016-ൽ സുരേഷ് കുറുപ്പിനും രാജു എബ്രഹാമിനും മന്ത്രിസ്ഥാനം നൽകാതിരുന്നത് പണ്ടവർ VS അച്യുതാനന്ദനൊപ്പം നിലപാടെടുത്തത് കൊണ്ടുള്ള പിണറായിയുടെ വൈരാഗ്യമാണെന്ന് പാർട്ടി അണികൾക്കിടയിൽ തന്നെ അഭിപ്രായമുയർന്നിരുന്നു. ഇപ്പോൾ സുരേഷ് കുറുപ്പും പാർട്ടിയോട് അകലം പാലിച്ചുകൊണ്ട് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. സുരേഷ് കുറുപ്പിന്റെ ഈ മൗനം പോലും CPM-ന് കോട്ടയത്ത് കനത്ത തിരിച്ചടിയാകും എന്ന കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ ഐഷ പോറ്റിയും PK ശശിയും G സുധാകരനും സുരേഷ് കുറുപ്പും മാത്രമല്ല 2026-ലെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന CPM-ന് വെല്ലുവിളി ഉയർത്തുന്നു. മന്ത്രി വീണ ജോർജിന്റെ വികലമായ നയങ്ങൾ മൂലം പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ അവർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബു എന്ന മുൻ തഹസിൽദാറിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട PP ദിവ്യയെ ചേർത്ത് പിടിക്കുന്ന കണ്ണൂർ പാർട്ടി ഘടകത്തിന്റെ നിലപാടുകളും CPM-ന് പത്തനംതിട്ട ജില്ലയിൽ വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് CPM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ ജനകീയ നേതാവായ റാന്നിയുടെ മുൻ MLA ആയ രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയാക്കിയെങ്കിലും അവിടെ പാർട്ടിക്ക് വോട്ടുകളും അടിത്തറയും നഷ്ടപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് CPI-യോടും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളോടും CPM-ഉം CPM-ന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്ന അതിക്രമങ്ങൾ. ഇതും CPM-ന്റെ ജീർണതയ്ക്കെതിരെ ഇടതുമുന്നണിയിൽ തന്നെ വലിയ രോക്ഷമുയർത്തിയിട്ടുണ്ട്. പരസ്യ പ്രതികരണത്തിന് മുതിരുന്നില്ല എങ്കിൽ കൂടിയും സംസ്ഥാനത്തെമ്പാടും CPI അണികളുടെ വോട്ടുകൾ അവർ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ UDF-നും കോൺഗ്രസിനും അനുകൂലമാകുമെന്ന രാഷ്ട്രീയ സാഹചര്യവും നിലനിൽക്കുന്നു. സമാനമായി പട്ടാമ്പി MLA ആയ മുഹമ്മദ് മുഹ്സിനെ പോലുള്ള യുവ നേതാവും CPI പാളയം വിട്ട് UDF പാളയത്തിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാളയത്തിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അങ്ങനെ ജനങ്ങളുടെ എതിർപ്പും നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള പ്രതിപക്ഷ മുന്നണിയിലേക്കുള്ള ഒഴുക്കും പാർട്ടി നേതാക്കളുടെ പരസ്യ വിമർശനവുമെല്ലാം 2026-ൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പിണറായി വിജയനെയും CPM-നെയും തള്ളിവിടുമെന്ന രാഷ്ട്രീയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.